ചെറുപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് ബിജെപിയിൽ ചേർന്നു. കോൺഗ്രസ് നേതാക്കളുടെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് പുതിയ ചുവടുമാറ്റം. കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ പടലപ്പിണക്കങ്ങളുണ്ടെന്ന ആരോപണങ്ങൾ നിലനിൽക്കെയാണ് നിലവിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്തിന്റെ ബിജെപിയിലേക്കുള്ള ചുവടുമാറ്റം. സുജീഷയ്ക്കൊപ്പം മഹിളാ കോൺഗ്രസ് നേതാവ് ഷാലി ജഗനും കോൺഗ്രസ് വിട്ട് ബിജെപി പാളയത്തിലെത്തി. തൃശൂരിൽ ബിജെപി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിലാണ് അവർ തങ്ങൾ പാർട്ടി വിട്ട് ബിജെപിയിൽ ചേർന്നതായി പ്രഖ്യാപിച്ചത്. ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ, ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ആർ ഹരി എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു പ്രഖ്യാപനം. കഴിഞ്ഞ 10 വർഷമായി താൻ കോൺഗ്രസിൽ പ്രവർത്തിച്ചു വരികയായിരുന്നുവെന്ന് ചെറുപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സുജീഷ കള്ളിയത്ത് പറഞ്ഞു. 5 വർഷം വൈസ് പ്രസിഡന്റായിരുന്ന താൻ കഴിഞ്ഞ 5 വർഷമായി പ്രസിഡന്റായി പ്രവർത്തിച്ചു വരികയാണ്. നിരവധി പ്രവർത്തനങ്ങൾ നേതൃത്വത്തിന്റെ സഹകരണമില്ലായ്മ കാരണം നടത്താനായില്ല. 2.5 വർഷമായി ഭരണസമിതിയിലെ തങ്ങളുടെ 10 അംഗങ്ങളിൽ നിന്ന് പോലും വലിയ അവഗണനയാണുണ്ടായത്. കൂട്ടായ്മയുടെ കുറവാണ് ഭരണസമിതിയിൽ താൻ നേരിട്ടത്. രാഷ്ട്രീയത്തിൽ നിന്നുപോലും വിട്ടുനിൽക്കാൻ ആഗ്രഹിച്ചിരിക്കെ വരദ മിഷൻ വായിച്ചറിഞ്ഞതോടെയാണ് തീരുമാനം മാറ്റി ബിജെപിയിൽ ചേർന്നതെന്നും സുജീഷ കള്ളിയത്ത് പറഞ്ഞു. ഇരുവരെയും ബിജെപി നേതാക്കൾ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. 10 വർഷമായി കോൺഗ്രസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. 5 വർഷം പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായും ഈ 5 വർഷം പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി കാര്യങ്ങൾ ചെയ്യാനായിട്ട് താല്പര്യത്തോടു കൂടിയിട്ടാണ് പ്രവർത്തന രംഗത്ത് വന്നത്. ഒരുപാട് കാര്യങ്ങളിൽ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായമില്ലായ്മ മൂലം പല കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് നിരവധി പ്രവർത്തനങ്ങളുമായി നമ്മുടെ പ്രധാനമന്ത്രിയുടെ നിരവധി വികസന പ്രവർത്തനങ്ങളുമായി നമ്മുടെ സഹോദരന്മാരെ സമീപിക്കുകയുണ്ടായി. അപ്പോൾ ആ വിഷനുകളൊക്കെ കണ്ടപ്പോൾ അത് നമ്മുടെ ഈ സമൂഹത്തിന് അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിന് മാത്രമല്ല മൊത്തം ആവശ്യമായ കാര്യങ്ങളാണ് അതിലുള്ളത്. അത് തുടർന്നുകൊണ്ട് പോവാൻ, അത് പ്രാവർത്തികമാക്കാൻ അതിൻ്റെ ഒരു ഭാഗമാകണമെന്ന് തോന്നി. ആ ഒരു തോന്നലോട് കൂടിയിട്ടാണ് ഈ മാറ്റം സംഭവിച്ചിട്ടുള്ളത്. പൊതുവായിട്ട് ഒരു 2-2.5 വർഷക്കാലമായിട്ട് ഭരണസമിതിയിൽ തന്നെ വളരെയധികം പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഭരണസമിതി ഞങ്ങളുടെ 10 അംഗങ്ങളിൽ നിന്ന് തന്നെ വളരെയധികം അവഗണന നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമായിരുന്നു. പലതവണ രാജിവെക്കാനായിട്ട് ശ്രമിച്ചതും കൂടിയാണ്. ആ ഘട്ടത്തിൽ നമ്മുടെ വാർഡിൽ നിന്ന് നമ്മളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചവരോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് വെച്ചിട്ടാണ് കാലാവധി പൂർത്തീകരിക്കാനായിട്ട് നിന്നത്. എടുത്തു പറയത്തക്ക പേരുകളല്ല, പൊതുവായി ഓരോ വാർഡിലും ഓരോ മെമ്പർമാർക്കും ഗോഡ് ഫാദർമാരുണ്ട്. അവർ ഓരോ നിർദ്ദേശങ്ങൾ നൽകുന്നതിനനുസരിച്ച് ഒരു കൂട്ടായ്മയില്ലാതെ നമുക്ക് ഒരു കാര്യത്തിലും വ്യക്തമായൊരു തീരുമാനമെടുക്കാൻ കഴിയാതെ പലപ്പോഴും ബുദ്ധിമുട്ടുന്ന സാഹചര്യം വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗം കൂടിയായിട്ട് രാഷ്ട്രീയം തന്നെ വിടണം എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഇത്തവണ മുതൽ മത്സരത്തിനേ ഇല്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് മാറി നിന്നത്. ആ സമയത്താണ് ഇങ്ങനൊരു വരദ ആ ഒരു മിഷനുമായിട്ട് നമ്മുടെ സഹോദരന്മാരെത്തിയത്. അപ്പോൾ അത് വായിച്ചപ്പോൾ തോന്നി മാറി നിൽക്കേണ്ട നമ്മളാർക്കാണ് ആവശ്യം, അല്ലെങ്കിൽ നമ്മുടെ സേവനം ആർക്കാണ് ആവശ്യം, അവർക്കത് നൽകേണ്ടത് നമ്മുടെ ഒരു സമൂഹത്തിലെ ഒരു പൗര എന്ന നിലയിൽ എൻ്റെ ഒരു ഉത്തരവാദിത്തമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഒരു വീണ്ടും വിചാരത്തിന് മുന്നിട്ടിറങ്ങി.